എങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. അവർക്കിടയിൽ ഏഷണി കൂട്ടണം. എങ്കിൽ ഞാൻ പുലിയുടെ അടുത്തേക്ക് പോകാം. ആശാൻ സിംഹത്തിന്റെ ഗുഹയിലേക്ക് വിട്ടോ. ആ ആകെ നാറിയല്ലോ. ഒരു സിംഹത്തെ മരത്തിൽ കെട്ടിയിട്ട് ശിക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ, ഇനി മറ്റു മൃഗങ്ങളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഹലോ, നമസ്കാരം. വാട്ട് അബൌട്ട് യുവർ എക്സ്പീരിയൻസ്? മിണ്ടിപ്പോയത്. ലെഗ് പീസ് വേണമെന്ന് പറഞ്ഞ് എനിക്കൊരു അപകടം വന്നപ്പോ നിന്റെ പൊടി പോലും കണ്ടില്ലല്ലോടാ. അത് പിന്നെ കൂടുതൽ സമയം അവിടെ നിന്നിരുന്നെങ്കിൽ എന്റെ ലെഗ് ഒടിയുമെന്ന് കരുതിയതുകൊണ്ട് സ്ഥലം വിട്ടതാ. ഒരപകടം വന്നപ്പോ മുങ്ങുന്നതാണോടാ ഫ്രണ്ട്ഷിപ്പ്? ഞാൻ തന്നെ രക്ഷിക്കാൻ വന്നിരുന്നെങ്കിൽ എന്നെ ആ മരത്തിൽ കെട്ടിയിട്ടേനെ. ചിരമ്പനാനിയല്ലേ ആള്, എനിക്ക് നന്നായി അറിയാം അവനെ. ആ പോട്ടെ, നിനക്ക് ഭാവിയിൽ എന്തെങ്കിലും അപകടം വരുമ്പോ ഞാനും ഇതുപോലെ എന്തെങ്കിലും ഒടങ്കൊല്ലി ന്യായങ്ങളെ പറഞ്ഞു രക്ഷപ്പെട്ടോളാം. മാനിനെ പിടിക്കാൻ പോയാ മാന്യനെ മരത്തിൽ കെട്ടിയിട്ടെന്നു കേട്ടല്ലോ. എന്താ സംഭവം? നിനക്ക് കിട്ടിയതൊന്നും പോരേടാ. വെറുതെ ഞങ്ങളുടെ കൈകൾക്ക് പണിയുണ്ടാക്കാതെ പോ. എന്താണ് സിംഗച്ചേട്ടാ, ഇരയെ പിടിക്കാൻ പോയി നാണം കിടുന്ന ഒരേ ഒരു സിംഗച്ചാർ താങ്കളായിരിക്കും. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നേൽ ഇപ്പോൾ ആ മാൻ അണ്ണന്റെ വയറിനുള്ളിൽ കിടന്നേനെ. കക്കാൻ പഠിച്ചാലേ നിക്കാനും പഠിക്കണം. ഇവൻ പുതിയ എന്തോ തരികിടയുമായി വന്നതാണെന്ന് തോന്നുന്നു. എന്താണ് പുലിയണ്ണ എപ്പോഴും ഇങ്ങനെ ചങ്കിൽ കൊള്ളിച്ച് സംസാരിക്കുന്നേ? മൃഗങ്ങളെ വിശ്വസിക്കണം എന്നല്ലേ? ശരി ശരി, എങ്കിൽ മാനിനെ പിടിക്കാൻ ഒരു വഴി പറഞ്ഞുതാ. അണ്ണന്റെ തലയിൽ എന്താ ഒരു ട്രോഫി? ഇതാര് തന്നു? അത് നിന്റെ ശിഷ്യൻ തന്നതാ. അധികം താമസിക്കാതെ ഞാനിത് അവന് തിരിച്ചു കൊടുത്തോളാം. എന്റെ ശിഷ്യനോ? ഇവന് ഇത്രയും ധൈര്യമുണ്ടായിരുന്നോ? ആലോചിച്ചു നിൽക്കാതെ നീ മാനിനെ കെണിയിലാക്കാനുള്ള വഴി പറയടാ. ആദ്യം അവൻ തനിയെ നിൽക്കുന്ന ഇടം, സമയം എന്നിവ മനസ്സിലാക്കണം. എന്നിട്ട് പുലിയണ്ണൻ പ്ലുങ്ങൻ കഴുതയുടെ മുഖം മൂടിയിട്ട് അവിടെ തന്ത്രത്തിൽ പോകണം. എന്തോന്ന് ചടുങ് ഐഡിയാടെ ഇത്? എന്റെ ശരീരം കണ്ടാൽ അവന് മനസ്സിലാവില്ലേ? തോക്കിൽ കയറി വെടിവെക്കാതിരിക്കെ ഐഡിയ മുഴുവൻ കേൾക്ക്. ശരീരം കണ്ട് അവന് വല്ല സംശയവും തോന്നിയാൽ എന്തേലും കള്ളം പറഞ്ഞാൽ പോരെ. അവൻ എന്നെ പോലെ ബുദ്ധിമാനൊന്നുമല്ലല്ലോ, ബുദ്ധിയില്ലാത്ത മാനല്ലേ. അതുകൊണ്ട് എന്തു പറഞ്ഞാലും വിശ്വസിച്ചോളും. നീ സ്വയം പൊങ്ങൽ നിർത്തി മാട്രിക്ക് വാ. അവനെ തന്ത്രത്തിൽ ചിരങ്ങോട്ട് മുക്കിലെത്തിക്കണം. എന്നിട്ട് ആദ്യം അവിടെ എത്തിക്ക്, ബാക്കി എന്നിട്ട് പറയാം.